പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ പേഴ്സണാലിറ്റിയുടെ മനോവിശ്ലേഷണ സമീപനത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്, അഥവാ സൈക്കോ അനലിറ്റിക് അപ്രോച്ച് അല്ലേ. സൈക്കോ അനലിറ്റിക് അപ്രോച്ചിനെ കുറിച്ച് നമ്മൾ മുൻപ് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് മനോവിശ്ലേഷണം അല്ലെങ്കിൽ മാനസിക വിശകലന സിദ്ധാന്തത്തെക്കുറിച്ച് അല്ലേ, മാനസിക വിശകലനവാദം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ സൈക്കോ അനലിറ്റിക് അപ്രോച്ചിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സൈക്കോ അനലിറ്റിക് അപ്രോച്ചിൻ്റെ അഥവാ സൈക്കോ അനാലിസിസിൻ്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്ന ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് അല്ലേ. വളരെയധികം പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? സിഗ്മണ്ട് ഫ്രോയിഡ് അല്ലേ. അദ്ദേഹമാണ് ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അദ്ദേഹമാണ് മാനസിക വിശകലനം, മാനസിക അപഗ്രഥനം, മനോവിശ്ലേഷണം എന്നൊക്കെ അറിയപ്പെടുന്ന സൈക്കോ അനാലിസിസ് എന്ന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മനോവിശ്ലേഷണ സമീപനത്തിന് 3 ഭാഗമാണുള്ളത്, അഥവാ 3 സിദ്ധാന്തങ്ങളാണ് ഈ ഒരു സൈക്കോ അനലിറ്റിക് അപ്രോച്ചിലുള്ളത്. ഓക്കെ, അതാണ് ഒന്ന്, വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകതയെ സംബന്ധിച്ച സിദ്ധാന്തം, അതായത് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് എന്നറിയപ്പെടുന്നു. ഓക്കെ, വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകതയെ സംബന്ധിച്ച സിദ്ധാന്തം. സെക്കൻഡ് വൺ, വ്യക്തിത്വ ഘടനയെ സംബന്ധിച്ച സിദ്ധാന്തം, വ്യക്തിത്വത്തിൻ്റെ തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ. തേർഡ് വൺ, മനോലൈംഗിക വികസനത്തെ സംബന്ധിച്ച സിദ്ധാന്തം, തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ്. തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അത് സ്കൂൾസ് ഓഫ് സൈക്കോളജിയുടെ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത് വ്യക്തിത്വത്തിൻ്റെ ഈ ഒരു സിദ്ധാന്തത്തെക്കുറിച്ചും അതുപോലെ വ്യക്തിത്വ ഘടനയെ സംബന്ധിച്ച സിദ്ധാന്തത്തെക്കുറിച്ചുമാണ്. ഓക്കെ, വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകതയെ സംബന്ധിച്ച സിദ്ധാന്തം അഥവാ പേഴ്സണാലിറ്റി ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് നമ്മുടെ മനസ്സിന് 3 തലങ്ങളാണുള്ളത് അല്ലേ. ഏതൊക്കെയാണ്? ബോധമനസ്സ്, അഥവാ ബോധതലം, ഉപബോധതലം, അബോധതലം, അഥവാ കോൺഷ്യസ്, പ്രീ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് അല്ലേ. ഓക്കെ, അപ്പോൾ അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ചാണ് അദ്ദേഹം കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അൺകോൺഷ്യസ് മൈൻഡാണ് മനുഷ്യൻ്റെ ചിന്തയെയും വ്യവഹാരത്തെയും നിർണ്ണയിക്കുന്നത് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് അഭിപ്രായപ്പെട്ടത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ മനസ്സ് ഒരു മഞ്ഞുമല പോലെയാണ് അല്ലെ, ഐസ്ബർഗ് പോലെയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഐസ്ബർഗിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഭാഗമാണ് കോൺഷ്യസ് മൈൻഡ് എന്ന് അദ്ദേഹം വിളിച്ചത് അല്ലേ. എന്നാൽ വെള്ളത്തിനടിയിൽ നമുക്ക് ആക്സസിബിൾ അല്ലാതെ കാണാൻ സാധിക്കാത്ത ഒരു വലിയ ഭാഗമുണ്ട്, ആ ഭാഗമാണ് നമ്മുടെ അബോധ മനസ്സ് എന്ന് അദ്ദേഹം പറഞ്ഞത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ കോൺഷ്യസ് മൈൻഡിൽ ബോധ മനസ്സിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഉപബോധ മനസ്സിലുള്ളവയും അതുപോലെ അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ചൊക്കെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. ബോധ മനസ്സ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ ജാഗ്രതാവസ്ഥയിലുള്ള തലമാണ് അല്ലേ. ഒരു വ്യക്തി പൂർണ്ണ ജാഗ്രതയിലായിരിക്കുമ്പോൾ അത് ബോധ മനസ്സാണ് അല്ലേ. ഓക്കെ, ഒരു പ്രത്യേക സമയത്തുള്ള ഓർമ്മകൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ എന്നിവയാണ് നമ്മുടെ ബോധ മനസ്സിൻ്റെ ഉള്ളടക്കം, കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളടക്കം. ഓക്കെ, ഉപബോധ മനസ്സ്, പ്രീ കോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ബോധ മനസ്സിന് തൊട്ട് താഴെ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ്, നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് തൊട്ട് താഴെ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ഉപബോധ മനസ്സ്. അപ്പോൾ ഉപബോധ മനസ്സിലുള്ള കാര്യങ്ങൾ വ്യക്തിയുടെ അനുഭവങ്ങളിൽ ഉണ്ടായിട്ടുള്ളതും എന്നാൽ വ്യക്തിക്ക് ആ പ്രത്യേക സമയത്ത് ഓർമ്മയിലില്ലാത്തതുമായ വസ്തുതകളാണ്. ഓക്കെ, അപ്പോൾ ഒരു പ്രത്യേക സമയത്ത് നമ്മുടെ മനസ്സിലുള്ള അനുഭവങ്ങളല്ല, അത് ബോധ മനസ്സിലാണുള്ളത്. എന്നാൽ ഈ അനുഭവങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസുകളാണ്, പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് അതിനെക്കുറിച്ച് ബോധവാനല്ല. എന്നാൽ അല്പം ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോധ മനസ്സിലേക്ക് ഉപബോധ മനസ്സിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരാം, അഥവാ ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഉപബോധ മനസ്സിന് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് അബോധ മനസ്സാണ് അല്ലെ, അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്, അഥവാ മനസ്സിൻ്റെ ഒരു നിഗൂഢതലം എന്നൊക്കെ അറിയപ്പെടുന്ന ഭാഗമാണ് അൺകോൺഷ്യസ് മൈൻഡ് അല്ലേ. ഉപബോധ മനസ്സിന് താഴെയാണ് അബോധ മനസ്സ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. മനസ്സിൻ്റെ മഹാഭൂരിഭാഗവും ഏതാണ്? അബോധ തലമാണെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് അഭിപ്രായപ്പെടുന്നത് അല്ലേ. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് നമ്മുടെ അബോധ മനസ്സിൻ്റെ ഉള്ളടക്കം ദമനം ചെയ്യപ്പെട്ടതോ അതുപോലെ ബോധ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമോ ആയ കാര്യങ്ങളാണ്, അനുഭവങ്ങളാണ് എവിടെയുള്ളത്? അബോധ മനസ്സിലുള്ളത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ സാൻമാർഗികമല്ലാത്ത ആഗ്രഹങ്ങൾ, അതുപോലെ ലജ്ജാകരമായ അനുഭവങ്ങൾ, യുക്തിരഹിത ഭയങ്ങൾ,
അക്രമവാസന എന്നിവ ഉൾപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ അബോധ തലത്തിലാണ്. അതുപോലെ ജീവശാസ്ത്രപരമായ ബയോളജിക്കൽ ആയിട്ടുള്ള നീഡ്സ് ഒക്കെ ഏർജസ് ഒക്കെ ഉൾപ്പെടുന്നത് എവിടെയാണ്? അബോധ മനസ്സിലാണ്. ഓക്കെ, അപ്പോൾ അബോധ മനസ്സാണ് ലൈംഗിക വാസനകൾ അതുപോലെ അക്രമവാസനകളുടെയൊക്കെ ഉറവിടം എന്ന് പറയുന്നത് അബോധ മനസ്സാണെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അബോധ മനസ്സിൻ്റെ ചില പ്രക്രിയകളാണ് വക്രിയകളാണ് എന്ത്? നാക്കുപിഴകൾ, അക്ഷരപ്പിഴകൾ, സ്വപ്നം, അപസ്മാര ലക്ഷണം എന്നിങ്ങനെയുള്ളവ. ഓക്കെ, അപ്പോൾ സ്വപ്നങ്ങളായിട്ട് ഒരാൾക്ക് സാക്ഷാത്കരിക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങളൊക്കെ സ്വപ്നങ്ങളായിട്ട് പുറത്തു വരാറുണ്ട്. ഓക്കെ, നാക്കുപിഴകൾ അഥവാ നമ്മൾ അറിയാതെ നമ്മുടെ വായിലൂടെ ചില കാര്യങ്ങൾ പുറത്തു വരാറുണ്ട് അല്ലേ? ഇങ്ങനെ നാക്കുപിഴകളൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ അബോധ മനസ്സിൻ്റെ പ്രവർത്തനം മൂലമാണ് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് അഭിപ്രായപ്പെടുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യക്തിത്വത്തിന്റെ ഘടനയെ സംബന്ധിച്ച സിദ്ധാന്തമാണ്. ഓക്കെ, തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ. എങ്ങനെയാണ് മനുഷ്യന്റെ വ്യക്തിത്വം, അതിന്റെ ഘടന എന്താണ് എന്നതിനെക്കുറിച്ച് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കാഴ്ചപ്പാടുകളാണ് ഈ സിദ്ധാന്തത്തിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പം സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ മനുഷ്യന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് 3 ഘടകങ്ങൾ കൂടി ചേർന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ 3 ഘടകങ്ങളും പരസ്പരം പ്രവർത്തിക്കുന്നതിലൂടെയാണ് ഒരാളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് അഭിപ്രായപ്പെടുന്നത്. ഏതൊക്കെയാണ് ആ 3 ഘടകങ്ങൾ? ഇത്, ഈഗോ, സൂപ്പർ ഈഗോ അല്ലേ? ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. ഈഗോയ്ക്ക് മലയാളത്തിൽ അഹം എന്ന് പറയും, സൂപ്പർ ഈഗോ അത്യഹം എന്ന് പറയും. ഓക്കെ, ഇത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ജന്മന നമുക്ക് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിയിലുള്ള വ്യക്തിത്വത്തിൻ്റെ ഘടകമാണെന്ത്? ഇത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജനിക്കുന്ന സമയത്ത് കുട്ടിയിലുള്ള വ്യക്തിത്വത്തിൻ്റെ ഭാഗം അതെന്താണ്? ഇതാണ് അല്ലേ? അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം പറയുന്നത് ജന്മവാസനകളുടെ ആവേഗമാണ്. നമ്മുടെ ജന്മവാസനകളുടെ ആവേഗമാണ് ഇത് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അതുപോലെ വ്യക്തിത്വത്തിൻ്റെ ഇരുണ്ട ഭാഗമാണ് ഇത്. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പേഴ്സണാലിറ്റിയുടെ ഇരുണ്ട ഭാഗമാണ് ഇത്. അതുപോലെ അൺകോൺഷ്യസ് ആണ്, അൺകോൺഷ്യസ് മൈൻഡ്. നമ്മുടെ മനസ്സിൻ്റെ ഇരുണ്ട ഭാഗം എന്നറിയപ്പെടുന്ന നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡാണ് അല്ലേ? അപ്പോൾ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, മാനസിക ഊർജത്തിൻ്റെ ഉറവിടം സംഭരണിയൊക്കെ എന്താണ്? ഇതാണ്. മാനസിക ഊർജം അഥവാ ലിബിഡോ എന്ന് വിളിക്കും. അഥവാ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ട ഊർജത്തിനെയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് ലിബിഡോ എന്ന് വിളിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ മനുഷ്യൻ്റെ പ്രാകൃതമായ പ്രചോദനങ്ങളും ആഗ്രഹങ്ങളുമാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, പ്രാകൃതമായ നമുക്ക് ജന്മന ലഭിക്കുന്ന ഒരു ജീവി എന്ന രീതിയിൽ, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് ജന്മന പ്രാകൃതമായ നാച്ചുറലി ലഭിക്കുന്ന ആഗ്രഹങ്ങളും അതുപോലെ പ്രചോദനങ്ങളുമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അതുപോലെ ലൈംഗിക ചോദനകൾ, അക്രമവാസനകൾ, ശാരീരിക ആവശ്യങ്ങൾ ഇതൊക്കെ എവിടെയാണ്? ഇതിലാണ് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. ഇത് പ്രവർത്തിക്കുന്നത് പൂർണ്ണമായും അബോധപരമായി കൊണ്ടാണ്. ഇതിന് യാഥാർത്ഥ്യ അയഥാർത്ഥ്യങ്ങൾ അതുപോലെ നന്മ തിന്മകളൊന്നും അറിയില്ല. ഇത് പൂർണ്ണമായും അബോധപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് പ്രവർത്തിക്കുന്നത് പ്ലഷർ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്. പ്ലഷർ പ്രിൻസിപ്പിളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? ആനന്ദ തത്വം. അപ്പോൾ ആനന്ദ തത്വത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് ഇത്. ഓക്കെ, അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഇത് എന്ന് പറയുന്നത് ഇതിന് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആ ലക്ഷ്യമാണ് ആനന്ദം, സന്തോഷം അഥവാ തനിക്ക് സുഖം കിട്ടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഓക്കെ, അതിന് ഇത് യാഥാർത്ഥ്യങ്ങളൊന്നും പരിഗണിക്കില്ല. ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, നന്മയാണോ തിന്മയാണോ ശരിയാണോ തെറ്റാണോ എന്നൊന്നും ആർക്കറിയില്ല, ഇതിനറിയില്ല. കാരണം ഇത് പ്രവർത്തിക്കുന്നത് പൂർണ്ണമായും അബോധപരമായി കൊണ്ടാണ്. അബോധ മനസ്സിൻ്റെ ഒരു ഭാഗമാണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത് ഏത് തത്വത്തിലാണ്? ആനന്ദ തത്വം, പ്ലഷർ പ്രിൻസിപ്പിളാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ഇത് പ്രവർത്തിക്കുന്നത് ആനന്ദ തത്വത്തിലാണ് അഥവാ പ്ലഷർ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏതാഗ്രഹവും ഉടനെ സാധിച്ചു കിട്ടണം. ഇതിൻ്റെ ലക്ഷ്യം എങ്ങനെയാണ്? ഉടനെ സാധിച്ചു കിട്ടണം. ഒരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന് അത് ഉടനെ സാധിച്ചു കിട്ടണം അഥവാ സുഖം ഉടനടി ലഭിക്കണം. അതിൻ്റെ ലക്ഷ്യം എന്താണ്? സുഖമാണ് അല്ലേ? എന്താഗ്രഹമാണോ ആ ആഗ്രഹത്തിൻ്റെ ഒക്കെ ലക്ഷ്യം സുഖമായിരിക്കും ഇതിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറയുന്നത് ജന്മവാസനകളുടെ ആവേഗമാണ്. വ്യക്തിത്വത്തിൻ്റെ ഇരുണ്ട ഭാഗം എന്നറിയപ്പെടുന്നത് ഇതാണ്. മാനസിക ഊർജത്തിൻ്റെ ഉറവിടം അതുപോലെ സംഭരണിയായിട്ട് പറയപ്പെടുന്ന ഭാഗം ഇതാണ്.
പ്രാകൃതമായ പ്രചോദനങ്ങളും ആഗ്രഹങ്ങളും ഉൾപ്പെടുന്നത് ഇത് എന്ന ഭാഗത്താണ്. ശാരീരിക ആവശ്യങ്ങൾ, ലൈംഗിക ചോദനകൾ, അക്രമവാസനകൾ ഇവയൊക്കെ ഉൾപ്പെടുന്നത് എവിടെയാണ്? ഇതിലാണ്. ഇത് പ്രവർത്തിക്കുന്നത് പൂർണ്ണമായും അബോധപരമായിക്കൊണ്ടാണ്. അതുപോലെ പ്ലഷർ പ്രിൻസിപ്പിൾ, ആനന്ദ തത്വത്തിൽ അല്ലെങ്കിൽ സുഖതത്വത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് ഇത് എന്നറിയപ്പെടുന്നത്. ഏതാഗ്രഹവും ഉടനെ സാധിച്ചു കിട്ടണം എന്നാണ് ഇതിൻ്റെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏതാഗ്രഹവും ഉടനെ സാധിച്ചു കിട്ടണം. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സന്തോഷവുമായിരിക്കും, ആനന്ദം, സുഖമായിരിക്കും. ഓക്കെ, അടുത്ത ഭാഗമാണ് അല്ലേ ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഈഗോ ഇതിൽ നിന്നാണ് വികസിക്കുന്നത്. ഓക്കെ, ഈഗോ വികസിക്കുന്നത് ഇതിൽ നിന്നാണ്. അപ്പോൾ കുട്ടി ആദ്യകാലങ്ങളിൽ നമുക്കറിയാം, കുട്ടിയെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തെങ്കിലും കിട്ടണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് കിട്ടുന്നത് വരെ കുട്ടി വാശി പിടിക്കും, അല്ലെങ്കിൽ കരയും. ഇതൊക്കെ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഇതിൻ്റെ പ്രവർത്തനമാണ് അല്ലേ. കുട്ടിക്ക് യാഥാർത്ഥ്യങ്ങൾ അറിയില്ല, ചെയ്യാൻ പറ്റുമോ, ഈ സന്ദർഭത്തിൽ ചോദിക്കാൻ പറ്റുമോ, പൈസയുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാൻ ആർക്കറിയില്ല? ഇതിനറിയില്ല. ഇത് പ്രവർത്തിക്കുന്നത് അബോധപരമായി കൊണ്ടാണല്ലേ. എന്നാൽ ഈഗോ എന്ന് പറയുന്നത് കുട്ടിക്ക് കുറച്ചും കൂടെ പ്രായമായി കഴിഞ്ഞാൽ, കുറച്ച് ബോധം വെച്ച് കഴിഞ്ഞാൽ കുട്ടിയിൽ വികസിക്കുന്ന ഒരു ഭാഗമാണ് ഈഗോ എന്ന് പറയുന്നത്. അഹം എന്നാണ് അതിൻ്റെ മലയാളം അല്ലേ. അപ്പോൾ ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ ബോധ മനസ്സിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, ബോധപരമായിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? ഈഗോ പ്രവർത്തിക്കുന്നത്. ഇതിൽ നിന്നാണ് ഈഗോ വികസിക്കുന്നത്. അപ്പോൾ ഈഗോയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്, നമ്മുടെ വ്യക്തിത്വത്തിലെ ഈഗോ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഇതിൻ്റെ ആവശ്യങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടെ, ഇതിന് പല ആഗ്രഹങ്ങളും ഉണ്ടാകും, അത് വ്യത്യസ്തമായ രീതിയിലുള്ള ആഗ്രഹങ്ങളായിരിക്കും. അതായത് സുഖം ലഭിക്കുന്ന പലതരത്തിലുള്ള ആഗ്രഹങ്ങളും ഇതിനുണ്ടാവും. അത് നന്മ തിന്മകൾ പരിഗണിക്കുന്നില്ല. അതുപോലെ സാമൂഹിക ബോധമൊന്നും ആർക്കില്ല? ഇതിനില്ല. അപ്പോൾ അതിന് സുഖം കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ ആർക്ക്? ഇതിന്. അപ്പോൾ ഇത് വളരെയധികം പ്രശ്നമാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഉടനടി സാധിച്ചു കിട്ടണമെന്നാണ്. അപ്പോൾ അതിനു വേണ്ടി ഇത് പ്രവർത്തിക്കുന്നു എന്നാണ്. അപ്പോൾ ഇതിങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം. ഓക്കെ, എല്ലാ സന്ദർഭത്തിലും അതുപോലെ ഇതിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കാൻ പറ്റുമോ? ഇല്ല. ഈ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിന് തന്നെ പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അഥവാ ഇതിൻ്റെ ആവശ്യങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടെ, അഥവാ റിയാലിറ്റി കൺസിഡർ ചെയ്തുകൊണ്ട് സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നത് ഈഗോയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇത് വർക്ക് ചെയ്യുന്നത് ഏത് തത്വത്തിലാണ്? ആനന്ദ തത്വത്തിലാണ്, സുഖതത്വത്തിലാണെന്ന് പറഞ്ഞു അല്ലേ. എന്നാൽ ഇവിടെ ഈഗോ വർക്ക് ചെയ്യുന്നത് യാഥാർത്ഥ്യ തത്വത്തിലാണ്, അല്ലെങ്കിൽ യഥാർത്ഥ തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. റിയാലിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ യാഥാർത്ഥ്യ തത്വത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഈഗോ ആണ്. ഓക്കെ, അപ്പോൾ ഈഗോ പ്രവർത്തിക്കുന്നത് റിയാലിറ്റി പ്രിൻസിപ്പിളിലാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ, ഈഗോ എന്ന് പറയുന്നത് ഇതിൻ്റെ ആവശ്യങ്ങളെ യാഥാർത്ഥ്യം പരിഗണിച്ചുകൊണ്ട് സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്ന ആളാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തിത്വത്തിൻ്റെ മധ്യസ്ഥൻ, എക്സിക്യൂട്ടീവ് ഓഫ് പേഴ്സണാലിറ്റി എന്നറിയപ്പെടും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സൂപ്പർ ഈഗോ ആണ് അല്ലേ. സൂപ്പർ ഈഗോ എന്ന ഭാഗമുണ്ട് അല്ലേ. അപ്പോൾ ഇതും ഈഗോയും തമ്മിൽ എപ്പോഴും പ്രശ്നത്തിലായിരിക്കും. അതുപോലെ അതിലേറെ പ്രശ്നത്തിലായിരിക്കും ഇതും സൂപ്പർ ഈഗോയും തമ്മിൽ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ നിന്നുകൊണ്ട് വ്യക്തിത്വത്തെ, ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാണ്? ഈഗോ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈഗോ അറിയപ്പെടുന്നത് വ്യക്തിത്വത്തിൻ്റെ മധ്യസ്ഥൻ എന്നാണ്. അപ്പോൾ ചോദ്യം വരാം, വ്യക്തിത്വത്തിൻ്റെ മധ്യസ്ഥൻ എന്നറിയപ്പെടുന്നത് ഏത് ഭാഗമാണ്? ഈഗോ ആണ് അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാം പ്രക്രിയ, സെക്കൻഡറി പ്രോസസ്സുകൾ ഉപയോഗിച്ചിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? ഈഗോ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈഗോ പ്രവർത്തിക്കുന്നത് ഏത് തത്വത്തിലാണെന്ന് ചോദിച്ചാൽ ഏത് തത്വത്തിലാണ്? യാഥാർത്ഥ്യ തത്വത്തിലാണ് അല്ലേ. ഓക്കെ, അടുത്ത ഭാഗം എന്താണ്? സൂപ്പർ ഈഗോ ആണ് അല്ലേ. അത്യഹം എന്നാണ് അതിൻ്റെ മലയാളം. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ, സൂപ്പർ ഈഗോ ഇതിൻ്റെ പ്രാകൃത ചോദനകളെ നിയന്ത്രിക്കുന്ന ആളാണ്. അഥവാ ഇതിന് പലതരത്തിലുള്ള നാച്ചുറൽ ഏർജസ് ഉണ്ടാവും അല്ലേ. ഈ ഏർജസിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സാമൂഹികമായ ചിട്ടകളും സാൻമാർഗിക ബോധവുമാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ മൊറാലിറ്റിയൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സൂപ്പർ ഈഗോയുമായി ബന്ധപ്പെട്ടതാണ്. അഥവാ ആ വ്യക്തി അല്ലെങ്കിൽ ആ കുട്ടി വളർന്നു വരുന്നതിനനുസരിച്ച് സാമൂഹികപരമായിട്ടുള്ള ചിട്ടകൾ, അതുപോലെ സമൂഹത്തിലുള്ള നിയമങ്ങൾ, മതം, അതുപോലെ പാരൻസ്, ഇവരുടെയൊക്കെ സ്വാധീനത്തിലൂടെ വികസിക്കുന്ന
ഒന്നാണ് എന്ത് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അഥവാ സാൻമാർഗികപരമായിട്ടുള്ള ബോധമൊക്കെ സൂപ്പർ ഈഗോയുടെ ഭാഗമാണ്. അപ്പോൾ സൂപ്പർ ഈഗോയ്ക്ക് അറിയാം എന്താണ് ശരി എന്താണ് തെറ്റ്, ശരി ഏത് തെറ്റ് ഏത് എന്നറിയുന്ന ഒരാളാണ് ആര്, സൂപ്പർ ഈഗോ എന്ന ഭാഗം. അപ്പോൾ എന്നാൽ ആർക്ക് ഇതൊന്നും അറിയില്ല, ഇതിനിതൊന്നും അറിയില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെ ആഗ്രഹം ഉടനടി സാധിച്ചു കിട്ടണം, അതിന് സാമൂഹിക ചിട്ടകളൊന്നും അറിയില്ല, സാൻമാർഗിക ബോധമൊന്നും ഇല്ലാത്തൊരു ഭാഗമാണ് ഇത് എന്ന് പറയുന്നത്. എന്നാൽ സാൻമാർഗിക ബോധമാണ്, സാമൂഹിക ചിട്ടകളും സാൻമാർഗിക ബോധവുമാണ് ആരെ സ്വാധീനിക്കുന്നത്, സൂപ്പർ ഈഗോയെ സ്വാധീനിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഇതിനൊരാഗ്രഹമുണ്ട്, അത് ചെയ്യണം എന്ന് മാത്രമേ ആർക്കറിയുള്ളൂ, ഇതിനറിയുള്ളൂ. എന്നാൽ സൂപ്പർ ഈഗോ ഇതിൻ്റെ ഈ ആഗ്രഹം ശരിയാണോ തെറ്റാണോ എന്നും കൂടെ പരിശോധിക്കുന്നു, നന്മയാണോ തിന്മയാണോ ശരിയാണോ തെറ്റാണോ എന്നും കൂടെ പരിശോധിക്കുന്നു. എന്നിട്ട് പരിശോധിച്ചിട്ട് ശരിയായതാണെങ്കിൽ മാത്രമേ അതിനെ സാക്ഷാത്കരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി കൊടുക്കുള്ളൂ. അപ്പോൾ ഇവിടെ രണ്ടുപേരും തമ്മിലൊരു പ്രശ്നത്തിലായിരിക്കും. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുന്ന ആളാണ് ആര്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈഗോ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈഗോയെ വ്യക്തിത്വത്തിൻ്റെ മധ്യസ്ഥൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത് സന്മാർഗ തത്വത്തിലാണ്. ഓക്കെ, അപ്പോൾ ഏത് തത്വത്തിലാണ്, മൊറാലിറ്റി പ്രിൻസിപ്പിളാണ് അല്ലേ. സന്മാർഗ തത്വത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് സൂപ്പർ ഈഗോ. ഓക്കെ, അപ്പോൾ സൂപ്പർ ഈഗോയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. അതാണ് ഈഗോ ആദർശവും അതുപോലെ മനസ്സാക്ഷിയും. ഓക്കെ, അപ്പോൾ മനസ്സാക്ഷി, വ്യക്തിത്വത്തിലെ മനസ്സാക്ഷി എന്നറിയപ്പെടുന്ന ഭാഗം ഏത് എന്നൊരു ചോദ്യം വന്നാൽ ഏതാണ്, സൂപ്പർ ഈഗോ ആണ് അല്ലേ. അപ്പോൾ ഈഗോ ആദർശവും അതുപോലെ മനസ്സാക്ഷിയുമാണ് സൂപ്പർ ഈഗോയുടെ രണ്ട് ഭാഗങ്ങൾ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഈ ചിത്രത്തിൽ ഇതിനൊരാഗ്രഹമുണ്ട് അല്ലേ, ഇതിന് ഐ വാണ്ട് ടു ഡു ദാറ്റ് നൗ, എനിക്കിപ്പോൾ ആ കാര്യം ചെയ്യണം. പക്ഷേ സൂപ്പർ ഈഗോ പറയുന്നത് എന്താണ്, ആ കാര്യം ശരിയാണോ തെറ്റാണോ നോക്കി അത് തെറ്റാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ പറയും ഇത് ഇസ് നോട്ട് റൈറ്റ് ടു ഡു ദാറ്റ്, അത് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അത് തെറ്റാണ്, അത് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഈഗോ ഇതിനിടയിൽ പ്രവർത്തിക്കും. ഈ ഈഗോ പറയും നമുക്ക് ഒരു കോംപ്രമൈസ് നടത്താം, അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ പരിശോധിച്ചുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതിന് അനുവാദം നൽകുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഉദാഹരണമായിട്ട് നമ്മൾ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് നമുക്കൊരു 2000 രൂപയുടെ നോട്ട് കിടക്കുന്നത് കാണുന്നു. 2000 രൂപയുടെ നോട്ട് റോട്ടിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇത് പറയുന്നത് എന്തായിരിക്കും, വേഗം ആ പൈസ എടുത്തോ, വേഗം ആ പൈസ എടുത്തിട്ട് പോക്കറ്റിലിട്ട് സ്ഥലം വിട്ടോ എന്ന് പറയുന്നത്. കാരണം എന്താ, ഇതിന് ഉടനടി ഒരാഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം ഉടനടി സാധിച്ചു കിട്ടണമെന്നാണ് അല്ലേ. എന്നാൽ സൂപ്പർ ഈഗോ എന്ത് പറയും, സൂപ്പർ ഈഗോ പറയുന്നത് എന്താണ്, നോ, അത് ചെയ്യരുത്, അത് തെറ്റാണ് അല്ലേ, നിൻ്റെ ക്യാഷല്ല, അത് നീ എടുക്കരുത്, അത് തെറ്റാണ് എന്നാണ് ആര് പറയാ, സൂപ്പർ ഈഗോ പറയാം അല്ലേ. അപ്പോൾ ഇവർ തമ്മിൽ എപ്പോഴും ക്ലാഷ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ക്ലാഷ് പരിഹരിക്കാൻ ഈഗോ പറയുന്നത് എന്തായിരിക്കും, ഓക്കെ ഈഗോ പറയും ആരും കാണുന്നില്ലെങ്കിൽ അതെടുത്തോ, പ്രശ്നമൊന്നുമില്ല, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്, അപ്പോൾ എടുക്കരുത് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈഗോ പ്രവർത്തിക്കുന്നത് യാഥാർത്ഥ്യം പരിഗണിച്ചുകൊണ്ട് ഇതിൻ്റെ ആഗ്രഹത്തെ സാക്ഷാത്കരിച്ച് കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്, ഈഗോയ്ക്കുള്ളത്. എന്നാൽ ഈഗോയ്ക്ക് സാൻമാർഗിക ബോധമൊന്നുമില്ല, റിയാലിറ്റിയാണ് നോക്കുന്നത്. ഓക്കെ, എന്നാൽ സാൻമാർഗിക ബോധം എന്ന് പറയുന്നത് സൂപ്പർ ഈഗോ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിൽ ഐ നീഡ് ടു ഈറ്റ് റൈറ്റ് ദിസ് സെക്കൻഡ്, എനിക്കിപ്പോൾ ഈ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കണം എന്നാണ് ഇത് പറയുന്നത്. ഈ കുട്ടിയിൽ ഇത് പറയുന്നത് എനിക്കിപ്പോൾ ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഇവിടെ സൂപ്പർ ഈഗോ പറയുന്നത്, അതായത് ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, വലിയൊരു മീറ്റിംഗ് ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിന് ഒരാഗ്രഹം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആഗ്രഹം എന്താണ്, ഉടനടി ഇത് സാധിച്ചു കിട്ടണം. അപ്പോൾ സൂപ്പർ ഈഗോ പറയുന്നത് എന്താണ്, ഈ സമയത്ത് തിന്നാൻ പാടില്ല അല്ലേ. യു ക്യാൻ ഡു ദാറ്റ് ബിക്കോസ് യു ആർ ഇൻ ദ മിഡിൽ ഓഫ് ആൻ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ്, ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങിലാണ് നിങ്ങളുള്ളത്, അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ല, അത് മോശമല്ലേ എന്നുള്ള രീതിയിലാണ് ആ സൂപ്പർ ഈഗോ പറയും. അപ്പോൾ ഈഗോ പറയും, ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളാണല്ലേ ഈഗോ, മധ്യസ്ഥനാണ്, നമുക്ക് ഒരു തീരുമാനത്തിലെത്താമെന്ന് പറഞ്ഞുകൊണ്ട്, അതായത് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാം, കുഴപ്പമില്ല, അല്ലെങ്കിൽ മീറ്റിംഗ് കുറച്ചപ്പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാം, മീറ്റിങ്ങിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എണീറ്റ് പോയിട്ട് അപ്പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ ചിലപ്പോൾ ഈഗോ പറഞ്ഞേക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വ്യക്തിത്വം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈഗോ, സൂപ്പർ ഈഗോ എന്നീ മൂന്ന് ഭാഗങ്ങൾ കൂടി ചേർന്നാണ് മനുഷ്യൻ്റെ വ്യക്തിത്വം എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട മനോവിശ്ലേഷണ സമീപനത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ അതായത് പേഴ്സണാലിറ്റിയുടെ ഘടന എന്താണ് എന്നതിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത് അല്ലേ. ഇത് ഈഗോ, സൂപ്പർ ഈഗോ ഈ മൂന്ന് ഭാഗങ്ങൾ കൂടി ചേർന്നാണ് മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി വർക്ക് ചെയ്യുന്നത് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് അഭിപ്രായപ്പെട്ടത് അല്ലേ. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് ഇത്
എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്ന ഏത് തത്വത്തിലാണ്? സുഖതത്വത്തിലാണ്, പ്ലഷർ പ്രിൻസിപ്പിളിലാണ് അല്ലേ. ഈഗോ പ്രവർത്തിക്കുന്നത് ഏത് തത്വത്തിലാണ്? റിയാലിറ്റി പ്രിൻസിപ്പിളാണ്, യാഥാർത്ഥ്യ തത്വത്തിലാണ് അല്ലേ. എന്നാൽ സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നതോ? സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത് മൊറാലിറ്റി പ്രിൻസിപ്പിളാണ് അല്ലേ. മൊറാലിറ്റി അഥവാ സന്മാർഗ തത്വത്തിലാണ് ആര് പ്രവർത്തിക്കുന്നത്? സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത്. ഇത് മൂന്നും ഏത് തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഓരോ ഭാഗങ്ങളുടെയും ഓരോ ഘടകങ്ങളുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും കൂടി മനസ്സിലാക്കുക. ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ വ്യക്തിത്വത്തിൻ്റെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് മനോലൈംഗിക വികാസവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് അല്ലേ. സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള സിദ്ധാന്തമാണ്. ഓക്കെ, അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അടുത്ത സിദ്ധാന്തത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.